നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. ആരെ കൊല്ലാനുള്ള പ്ലാൻ ഉണ്ടാക്കുക രണ്ടാളും കൂടി? നിന്നെ കൊല്ലാനുള്ള പ്ലാൻ എന്തേ വേണ്ടെന്ന് വെക്കണം? വേണ്ട വേണ്ട, ശ്രമമൊക്കെ ഒരു വശത്തുകൂടി ഭംഗിയായിട്ട് നടക്കട്ടെ. ശക്തനായ ഒരു ശത്രു ഉണ്ടാവുമ്പോഴാ എന്നെ പോലുള്ളവർക്ക് ജീവിക്കാൻ ഒരു രസമുള്ളൂ. ഞാനതേ എൻജോയ് ചെയ്യുന്നു. നിന്നെ ഞാൻ ഒരു ദിവസം ഒരു പൂട്ടും. അന്ന് രക്ഷിക്കാനേ ആരും ഉണ്ടായെന്ന് വരില്ല. എന്നാ പിന്നെ അതങ്ങ് ചെയ്യായിരുന്നില്ലേ? രക്ഷിക്കാൻ ആളുണ്ടാവുമെന്ന് പരീക്ഷിക്കായിരുന്നല്ലോ. എന്റെ പൊന്നു വക്കീലെ, നമുക്ക് തോന്നും പലതും ചെയ്യാൻ പറ്റുമെന്ന്. വെറുതെ. വക്കീല് ലോ കോളേജല്ലേ നിയമം പഠിച്ചത്? ഞാൻ പഠിച്ചതേ നിയമം എങ്ങനെ ലംഘിക്കാവുന്നു. ക്രിമിനൽസിന്റെ ഒരു ഗ്രൂപ്പ്, ഒരു സൊസൈറ്റി, അതായിരുന്നു എൻ്റെ കോളേജ്. ഞാനതില് പ്രിൻസിപ്പളായിരുന്നു. എന്നിട്ട് ആമെടുക്കുന്നു പോലീസുകാർ കൊണ്ടുപോയപ്പോ കണ്ടില്ലല്ലോ. അത് ഒട്ടും പ്രതീക്ഷിക്കാൻ നേരത്തുള്ള ഒരു അടിയായിരുന്നല്ലോ. അങ്ങനെ ഒരു നീക്കം ഞാൻ പ്രതീക്ഷിച്ചിരുന്നു. സാരമില്ല, ഇറങ്ങിയല്ലോ. ഇനി അങ്ങോട്ട് അതിന്റെ തിരിച്ചടി പ്രതീക്ഷിക്കാം. എപ്പോഴും, ഏത് നിമിഷവും. സോറി, ഞങ്ങൾക്കതൊന്നും ഫേസ് ചെയ്യാനുള്ള ടൈം ഉണ്ടാവില്ല കേട്ടോ. ഞങ്ങള് ഭാവി കാര്യങ്ങളൊക്കെ ഇങ്ങനെ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുവായിരുന്നു. കല്യാണം കഴിഞ്ഞ് എങ്ങനെ ജീവിക്കണം, എവിടെ ആയിരിക്കണം ഹണിമൂണിന് പോവേണ്ടത്. തിരിച്ചടിയുടെ സമയമാകുമ്പോഴേ ഒന്ന് അറിയിച്ചാ മതി. വന്ന് ഞങ്ങൾ അറ്റൻഡ് ചെയ്തോളാം. നീ തരത്തിലുള്ളവരോട് പോയി കളിക്കും. ഞങ്ങൾക്ക് പറ്റിയൊരു ഏരിയ അല്ല നീ. വാദേവിക്ക് ഇതാണ് ഓഫീസ് ഇനാഗുറേഷൻ ഇൻവിറ്റേഷൻ കാർഡ്. ഒരുപാട് പേരെയൊന്നും വിളിക്കുന്നില്ല. അടുത്തറിയാവുന്ന വളരെ കുറച്ച് പേര്, അവരായിരിക്കും മെയിൻ ഗസ്റ്റ്. ആരെ വിളിച്ചില്ലെങ്കിലും തങ്കച്ചിയെ വിളിക്കണം. അവരെ കൂടെ ഉണ്ടാവുന്നത് നമുക്ക് നല്ലത്. അവരൊരു ഷെയ്ഡി ക്യാരക്ടറല്ല. അവരെ വിളിക്കണം. വേണം 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 വേണം. അവരെ വിളിച്ചാലേ പലതാ ഗുണം. ഒന്നാമത് സിദ്ധുവേട്ടന്റെ ശത്രുവാ തങ്കച്ചി. ഒരുപാട് സ്ഥാപനങ്ങൾ അവരുടെ പേരിലുണ്ട്. നമ്മളൊരു സ്ഥാപനം തുടങ്ങുമ്പോൾ കേസ് വേണ്ടേ? ഇത്തിരി ഒന്ന് പൊക്കി വിട്ടാ മതി. തങ്കച്ചി നമ്മളെ അവരുടെ ലീഗൽ കൺസൾട്ടന്റ് ആക്കും. ഓക്കെ, ചെയ്യാം. പിന്നൊരു കാര്യം, കേസൊക്കെ നീ ക്യാൻവാസ് ചെയ്യേണ്ടി വരും. കോടതി പോയി വാദിച്ചിരിക്കുന്നവരെയൊക്കെ ഞാൻ ഏറ്റു. അതൊന്നും പേടിക്കണ്ട, കേസൊക്കെ നമുക്ക് കിട്ടിക്കോളും. നിന്റെ തന്നെ ഉണ്ടാവുമല്ലേ ഒരുപാട്. അങ്ങനെ കളിയൊക്കൊന്നും വേണ്ട. ഈ പറയുന്ന ആള് അത്ര മോശമൊന്നുമല്ലല്ലോ. അതെടി, ഞാനും കുറച്ച് മോശം തന്നെയാ. അതുകൊണ്ടാണല്ലോ നിന്നെപ്പോലെ ഒരുത്തിയ. വേണ്ട, എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കണ്ട. എടി, നീ ആരാണെന്ന് നിനക്ക് തന്നെ കൂടുതലേ എനിക്കറിയാം. അത് നീ മറക്കണ്ട. എന്തിനാ വിഷ്ണു ഇങ്ങനെ ചൂടാവുന്നേ? ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്തു എന്ന് വിഷ്ണുവിന് തോന്നുന്നുണ്ടോ? നീ തെറ്റേ ചെയ്തിട്ടുള്ളൂ. നിന്റെ കല്യാണം കഴിഞ്ഞിട്ട് എത്ര നാളായി? സിദ്ധുവിനെ കല്യാണം കഴിക്കുന്ന മുമ്പേ നമ്മൾ തമ്മിലൊരു കരാറുണ്ടായിരുന്നു. അത് മറന്നത് ഞാനല്ല, നീയാ. ഞാൻ മറന്നിട്ടൊന്നുമില്ല. അനുകൂലമായ ഒരു സാഹചര്യം ഒത്തുവരണ്ടേ? അതാരുടെ കുറ്റാ? എന്റെ കുറ്റമാണ്, സമ്മതിക്കുന്നു. എല്ലാത്തിനും പരിഹാരം ഞാൻ തന്നെ ഉണ്ടാക്കിക്കൊള്ളാന്ന് പറഞ്ഞല്ലേ? എന്ന് ഒരുപാട് കാലം കാത്തിരിക്കണമെന്ന് എനിക്ക് പറ്റില്ല. വെറുതെ പീപ്പി കൂട്ടണ്ട. ഇനി അധിക കാലം കരാറെന്ന് പറഞ്ഞുകൊണ്ട് വിഷ്ണുവിന് എന്നെ വഴക്ക് പറയേണ്ടി വരില്ല. നമ്മൾ എന്താണോ തീരുമാനിച്ചത് അത് നടന്നിരിക്കും. എനിക്ക് നിനക്ക് കൊള്ളാം. അല്ലെങ്കിൽ അറിയാലോ, നമ്മൾ തമ്മിലുള്ള രഹസ്യം എടുത്ത് ഞാനങ്ങ് പൊട്ടിക്കും. അതിന്റെ കേട് നിനക്ക. അത് ഓർത്താൻ നിനക്ക് നല്ലത്.